എൻ്റെ കാറിനകത്ത് ടയർ പ്രഷർ അലേർട്ടൊക്കെ കണ്ടിട്ട് ഞാൻ എൻ്റെ കാറുമായിട്ട് അടുത്തുള്ളൊരു ഓട്ടോമൊബൈൽ ഷോപ്പിലേക്ക് പോയി. അവിടെ എൻ്റെ കാറ് കണ്ടപ്പോഴത്തേക്കും അവർക്ക് ഒരുപാട് സന്തോഷമായി. ആഹാ, എന്ത് മനോഹരമായ സ്പോർട്സ് കാർ, ഐ ലവ് സ്പോർട്സ് കാർ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കാറിനെ അവർ ഏറ്റെടുത്തു. അത് കഴിഞ്ഞ് അവർ കുറേ ട്രബിൾ ഷൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മേഡം ഞങ്ങൾക്ക് വീലോക്ക് കീ വേണമെന്ന് പറഞ്ഞു. ഞാൻ ആകെപ്പാടെ പരിഭ്രാന്തിയിലായി. എന്താണ് ഈ ഒരു സാധനം? എനിക്കാകമാനം അറിയാവുന്നൊരു കീ എന്ന് പറയുന്നത് കാർ സ്റ്റാർട്ട് കീ മാത്രമാണ്. ഇതെന്തപ്പാ ഇങ്ങനൊരു സാധനം? ഞാനപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്നെ ഒന്ന് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഐ എം ഓൺ മൈ വേ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെന്നെ വളരെ ബഹുമാനപൂർവ്വം അവിടുത്തെ കാർ വർക്ക്ഷോപ്പിലേക്ക് ആനയിച്ചു. എൻ്റെ കാർ അവിടെ കിടപ്പുന്നുണ്ടായിരുന്നു. മറ്റു കുറേ അധികം കാറുകളെ അവർ ആകാശത്തിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ എൻ്റെ കാറും ഇതുപോലെ അവർ തൂക്കിയിടുമായിരിക്കും, കാണാമല്ലോ. എന്തായാലും അവരെന്നെ ഈ വീലോക്ക് കീ എന്താണെന്ന് കാണിച്ചു തന്നു. അപ്പോഴാണ് ഓർത്തത്, ശരിയാണ്, ഇങ്ങനൊരു കാര്യം എനിക്ക് കാറ് വാങ്ങിച്ച സമയത്ത് അവർ തന്നതാണ്. ഞാൻ കാറിൻ്റെ പൗച്ചെടുത്ത് നന്നായിട്ട് തപ്പി വീലോക്ക് കീ കണ്ടുപിടിച്ച് അവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അതോടെ അവർക്ക് സന്തോഷമായി. ഓക്കെ, ഇനിയിപ്പോൾ ടയർ മാറ്റാൻ എളുപ്പമാണല്ലോ. എന്നിട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് ടയറൊക്കെ നമ്മളെ കാണിച്ചു തന്നു കേട്ടോ. The way like up and this was facing up, then it would have been. I mean, technically, our policy, we're not supposed to do it right here. As long as it's here, then it's fine, right? Yeah, like even if it's like right here, it's still fine. But once it gets to here, because it's too close to right here, and if anything happens, the tire could blow out from here. Or ടയറും ഒരു നെയിലും തമ്മിൽ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഒന്നിച്ച് സെറ്റായവരൊക്കെ ഒന്നിച്ച് തന്നെ താമസിക്കട്ടെ. ഞാനായിട്ട് എന്തിനാ അവരെ വേർപിരിക്കണം? അതിപ്പം ആണിയാണ്, ടയറിന് ക്ഷീണമാകുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ സെറ്റാണെങ്കിൽ അവർ സെറ്റായിട്ട് തന്നെ ഇരിക്കട്ടെ. ടയർ പിന്നീട് പഠിച്ചോളും. എന്തായാലും നെയിലിനെ ചൂസ് ചെയ്താൽ ടയറിനെ ചൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പുതിയ ടയറെങ്കിൽ പുതിയ ടയർ. അങ്ങനെ പുതിയ ടയർ ഇടുന്ന പ്രോസസ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇതിലും വലിയ പണികളുള്ള വണ്ടികൾ ആകാശത്ത് തൂക്കിയിട്ടേക്കുന്നതൊക്കെ നോക്കി കുറേ നേരം അവിടെ ഞാൻ നിന്നതിന് ശേഷം ഞാൻ ഗസ്റ്റിൻ്റെ വിസിറ്റിംഗ് റൂമിൽ പോയി അവിടെ ഇരുന്നു. പിന്നെ ഇവർ ടയറിൻ്റെ ലൈഫ് ടൈം വാറൻറ്റി അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് നന്നായിട്ടൊന്ന് ആലോചിക്കണം. എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ പറഞ്ഞു അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞു എന്ന് കരുതി നമുക്ക് ചാടിക്കേറി അഭിപ്രായം പറയേണ്ട യാതൊരു കാര്യമില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞൊരു 10-15 ദിവസമുണ്ട്, ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. വളരെ നല്ല കാര്യം. എന്തായാലും ഏതൊരു കാര്യം ഉണ്ടെങ്കിലും വളരെയധികം ആലോചിച്ച് തീരുമാനമെടുക്കുക എന്നൊരു തീരുമാനം കുറച്ചു നാൾ മുമ്പ് ഞാൻ എടുത്തത് കാരണം അതിൽ തന്നെ ഞാൻ ഉറച്ചു നിന്നു. അവരവരുടെ കാര്യം പറയുന്നു, ഞാൻ എൻ്റെ കാര്യം പറയുന്നു, വളരെ ആലോചിച്ച് തന്നെ പറയുന്നു. എൻ്റെ കുറേ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ വണ്ടി ടയറെല്ലാം ഫിക്സ് ചെയ്ത് അവരെനിക്ക് തിരിച്ചു തന്നു. ഇതുപോലെ നിങ്ങളും പോവുകയാണെങ്കിൽ ആ വീൽ ലോക്ക് കീ അതുകൊണ്ട് മാത്രം പോവുക. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. ഓക്കെ, ശരി, എന്നാ പിന്നീട് കാണാം. വേറെ എന്തെങ്കിലും കുരുത്തക്കേട് ഉണ്ടാവുമല്ലോ, അപ്പം ഞാൻ നിങ്ങളെ തീർച്ചയായും അറിയിക്കുന്നതായിരിക്കും. കേട്ടാ? അയ്യോ, ഞാൻ എൻ്റെ വണ്ടി ഒന്ന് കാണട്ടെ. കിട്ടി, എനിക്ക് തിരിച്ചു കിട്ടി, എൻ്റെ വണ്ടി കിട്ടി.